അനാവശ്യ വിവാദങ്ങളും ഏതാണ് ചോദ്യം. ആന്റോ അഗസ്റ്റിൻ. കഴിഞ്ഞ മാസം മെയ് മാസം 27 ഒരു പോസ്റ്റ് വന്നു രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ. എന്താണെന്നറിയാം പോസ്റ്റ്? പ്രമുഖ പാർട്ടി സിറ്റിംഗ് സീറ്റിലേക്ക് ആരാണ് OLX-ൽ ആളെ അന്വേഷിക്കുന്നു പറഞ്ഞു ഫസ്റ്റത്തെ പോസ്റ്റ്. രണ്ടാമത്തെ പോസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾ ധൈര്യം ഉണ്ടെങ്കിൽ സ്വരാജിനെ അന്വേഷിക്കും, ബലിയാടി അന്വേഷിച്ച് നടക്കാത്ത എന്ന് പറഞ്ഞ രണ്ടാമത്തെ പോസ്റ്റ്. ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഈ സ്വരാജ് അവിടെ മത്സരിക്കാൻ വന്നു. അതാണല്ലോ ആദ്യത്തെ വിവാദം എന്ന് പറയുന്നത്. തുടങ്ങിയത് അങ്ങനെയാണ്. അവിടെ രണ്ട് സ്ഥലത്തിൽ കോൺഗ്രസിൻ്റെ രണ്ട് തരത്തിലുള്ള പ്രവർത്തനങ്ങൾ, ഒന്ന് റിയൽ പ്രവർത്തനവും ഒന്ന് റീൽ പ്രവർത്തനവും. അവിടെ കുറച്ച് റീലിന് വേണ്ടി കുറച്ച് നേതാക്കന്മാർ പണിയെടുക്കുന്നുണ്ട്, കുറച്ച് റിയലായിട്ട് കുറച്ച്. ഇപ്പം ഞാൻ പറയാം, ഇപ്പം ചാണ്ടി ഉമ്മൻ, അതുപോലെ തന്നെ അബിൻ വർക്കി പോലെ, CR മഹേഷ് പോലുള്ള വളരെ സാധാരണക്കാര ജനങ്ങളിലേക്ക് ഇടപെട്ട് വലിയ ജനങ്ങളിലേക്ക് 50 ശബരിനാഥ് 50-60 വീടുകളൊക്കെ ഒരു ദിവസം കയറി. മലയോര മേഖലയാണെന്ന് ഓർക്കണം. ഒരു വീട്ടിൽ കയറി ഇറങ്ങുമ്പോൾ ഉണ്ടല്ലോ ഏകദേശം 100-300 മീറ്റർ അപ്പുറമാണ് അടുത്ത വീട്. ഞാൻ അടുത്ത വീട്ടിലേക്ക് ഇറങ്ങാം. അപ്പോൾ ഞാനൊരു ഈ ചാണ്ടിയുമ്മൻ്റെ ഒരു വീഡിയോ കാണുമായിരുന്നു. അതിൻ്റെ അകത്ത് അദ്ദേഹം ഒരു തൊഴിലുറപ്പ് പണിക്കാരെടുത്ത് ചെന്നിട്ട് ആരാണ് തൊഴിലുറപ്പ് കൊണ്ടുത്തന്നത് നിങ്ങൾക്കറിയോ എന്ന് ചോദിച്ചിട്ട് പഠിപ്പിക്കുകയാണ്. തൊഴിലുറപ്പ് പ്രവർത്തകരെ ഇന്ദിരാഗാന്ധിയുടെ കാലം തുടങ്ങിയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഞാൻ പറയുന്നത് റിയൽ വർക്ക് എന്ന് പറയുന്നത്. മറ്റേ പണി എന്ന് പറയുന്നത് ഇപ്പോൾ റീൽ വർക്കാണ്. അപ്പോൾ റീൽ വർക്കിൻ്റെ പണി എന്ന് പറയുന്നത് നമ്മൾ എന്താണ് ഓപ്പൺ ജീപ്പിൽ കയറിക്കുക, ഫോട്ടോ എടുക്കുക, അത് കഴിഞ്ഞ് ഇറങ്ങുക, അതിനൊരു സെറ്റ് ഉണ്ടാക്കുക, ഒരു 3-4 ക്യാമറ ആൾക്കാർ, വിഷ്വൽ എടുക്കാൻ വേണ്ടി ആൾക്കാർ, ഇങ്ങനെ നടക്കുക എന്നുള്ളതാണ്. അപ്പം ഇവരുടെ ഭാഗത്ത് എല്ലാവരും സംവിധാനങ്ങളുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ ക്രൗഡുള്ള സ്ഥലത്തേക്ക് നേരെ വരിക. അപ്പോൾ മോഹൻലാലും മമ്മൂട്ടിയൊക്കെ സിനിമാ നടന്മാരൊക്കെ വരുമ്പോൾ ഒരു വലിയ ആരവം ഉണ്ടാവില്ലോ. അതുപോലെ തന്നെ എല്ലാവരും വന്നതിന് ശേഷമേ ഇവർ വരുള്ളൂ കേട്ടോ. ആദ്യം വന്നത് ഒരു കൂട്ടത്തെ പരിപാടിയൊന്നുമില്ല. എല്ലാവരും വന്നതിന് ശേഷം വന്നിട്ട് ഈ റീലൊക്കെ എടുത്തിട്ട് റീലിങ്ങനെ പറപ്പിക്കും ആകാശത്ത് കൂടെ. അപ്പം ഞാനാണ് നിലമ്പൂരിലെ ജനങ്ങൾക്കറിയാം ഇത് റിയലാണെന്നും. അവരെ സംബന്ധിച്ചിടത്തോളം നിലമ്പൂരല്ല അവരുടെ മുന്നിലുള്ളത്. അവരെ സംബന്ധിച്ച് കേരളത്തെ മറ്റുള്ള സ്ഥലങ്ങളിൽ ഞാൻ വലിയ നേതാവാണ്, ഞാൻ വലിയ സംവിധാനങ്ങളാണ് നടപ്പിലാക്കുന്നതെന്ന് തോന്നിക്കില്ല മാത്രമേ അവരെ സംബന്ധിച്ചിടത്തോളൂ. അതുകൊണ്ട് എന്ത് ചെയ്യും, അവരത് അവിടെ നല്ല രീതിയിൽ ചെയ്യും എന്നുള്ളതാണ്. അതേ പ്രവർത്തനം അല്ലല്ലോ പാലക്കാട് നടത്തിയത്. പാലക്കാട് നിൽക്കാതെ ഓടുകയായിരുന്നില്ല. ഈ റീൽ പ്രവർത്തനം നമ്മൾ പാലക്കാട് കണ്ടില്ല. ഇവരുടെ ഭാഗത്തുനിന്ന് വലിയ രീതിയിൽ ഓട്ടമായിരുന്നു. സമയമില്ല, ഒരു ബൈറ്റിങ് വെച്ച സമയമില്ല, ഓടുകയാണ്. അപ്പോൾ ആ പ്രവർത്തനം ഇവിടെ കാണുന്നില്ലല്ലോ. ഇവിടെ ഭയങ്കര കൂളായിട്ട് 2 പേര് ഒരു കാറ് വരുന്നു, കാറിൽ റീലെടുക്കുന്നു, അത് കഴിഞ്ഞ് ജീപ്പ് വരുന്നു, ജീപ്പിൽ റീലെടുക്കുന്നു, അത് നടന്നു വരുന്ന റീല്, ഇരിക്കുന്ന റീല്, ചായ കുടിക്കുന്ന റീല്, അങ്ങനെ വലിയ അങ്ങനെ റീൽ പ്രവർത്തനം നടന്നതോടുകൂടി ഇപ്പോൾ എന്ത് സംഭവിച്ചെന്ന് പറയാം. കോൺഗ്രസ്സിൽ അവിടെ 3 വിഭാഗമാണ്. ഒന്ന് റീൽ, ഒന്ന് റിയൽ, പിന്നെ എന്താണ് നിങ്ങൾ കൊണ്ട് നശിപ്പിച്ചു എന്ന് പറയുന്ന കുറേ നേതാക്കന്മാരും. ഇതാണ് അവിടെ സംവിധാനം. ഞാൻ നേരത്തെ പറയുന്നുണ്ട്, കോൺഗ്രസ്സിനെ ഈ തെരഞ്ഞെടുപ്പിൽ പിന്നോട്ടടിച്ചത് അഹങ്കാരവും ഇവരുടെ ഈഗോയും മാത്രമാണ്. തുടക്കം തുടങ്ങി ഈ സമയം വരെ അഹങ്കാരം ഈഗോയാണ്. ഇവരെന്തിനാണ് ഒരു പോലീസ് ഒരു പിന്നെ ഇലക്ഷൻ ഉദ്യോഗസ്ഥനോട് ഇങ്ങനെ തട്ടിക്കയറേണ്ട കാര്യം? നോർമലി നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഈ ബൈ ഇലക്ഷൻ നടക്കുന്ന മണ്ഡലത്തിലേക്ക് എൻട്രി ചെയ്യുന്ന ഗേറ്റിൽ 4 CCTV ക്യാമറയാണ് വെച്ചിരിക്കുന്നത്. ഈ നിലമ്പൂർ ഇലക്ഷൻ റോഡിൻ്റെ സൈഡിലാണ് പറയുന്നത് 4 CCTV. അത് മോണിറ്റർ ചെയ്യാൻ വേറെ ഉദ്യോഗസ്ഥന്മാർ വേറെ ഓഫീസിലിരിക്കുകയാണ്. ഏത് വാഹനങ്ങളാണ് ഈ പറയുന്ന CCTVൻ്റെ ഉള്ളിൽ കൂടെ കടന്നു വരുന്നത് എന്ന് നോക്കാൻ വേണ്ടിയിട്ട്. അതിന് വലിയ രീതിയിലും പ്രവർത്തനമാണ്. നേരത്തെ നിങ്ങൾ പറഞ്ഞതുപോലെ കഴിഞ്ഞ ഇലക്ഷനിൽ ഇന്ത്യയിൽ ഇലക്ഷൻ കമ്മീഷൻ പിടിച്ചത് 9,000 കോടി രൂപേൻ്റെ പൈസ അതിനനുസരിച്ചിട്ടുള്ള സാധനങ്ങളുമാണ്. മദ്യം, മയക്കുമരുന്ന്, കള്ള്, പിന്നെ അതുപോലെ തന്നെ ഈ പറയുന്ന പണം 800 കോടി രൂപയിൽ അതാണ് ഒരു പിന്നെ കഴിഞ്ഞ ഇലക്ഷനിൽ പിടിച്ചെടുത്തത്. അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, ഇതൊക്കെ ആരാ പിടിച്ചെടുത്തത്? അന്ന് BJP കേന്ദ്രം ഭരിക്കുന്നു വിചാരിച്ചിട്ട് പിടിച്ചെടുക്കായിരുന്നില്ലല്ലോ. കോൺഗ്രസ്സാണ് നേതാക്കന്മാർ പിടിച്ചെടുക്കായിരുന്നില്ലല്ലോ. പിടിച്ചത് മുഴുവൻ അങ്ങനെയാണ് നേതാക്കന്മാരുടെ കയ്യിൽ മുതിർന്ന ഇലക്ഷൻ കൈകാര്യം ചെയ്യുന്ന ആൾക്കാരുടെ അടുത്തല്ലേ പണം ഉണ്ടാവുള്ളൂ. അല്ലാതെ സാധാരണക്കാരുടെ അടുത്ത് പോകണേനും ഈ പറയുന്ന തൂമ്പപ്പണി എടുക്കുന്നവൻ്റെ അടുത്തും അല്ലെങ്കിൽ കഷ്ടപ്പെടുന്ന തൊഴിലാളികളുടെ അടുത്തൊന്നും പണം ഉണ്ടാവില്ലോ. പണം ഉണ്ടാകുന്നത് എന്താണ്? ഈ ഇലക്ഷൻ കൈകാര്യം ചെയ്യുന്നവരാണ്, അവരെയാണ് ചെക്ക് ചെയ്യുക. ഇപ്പം ഷാഫി പറമ്പിലിന് അവിടെ ചാർജ് ഉണ്ടാവില്ലേ? അവിടെ രാഹുൽ മാങ്കൂട്ടത്തിന് ചാർജ് ഉണ്ടാവില്ലേ? അവിടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെ വലിയ ചാർജ് ഉണ്ടാവില്ലേ? അതുകൊണ്ടാണല്ലോ ഈ നേതാക്കന്മാരെ ഒക്കെ സെർച്ച് ചെയ്തത്. എന്തിനാണ് അബ്ദുൾ വഹാബിനെ MPയെ സെർച്ച് ചെയ്തത്? എന്തിനാണ് പിന്നെ രാധാകൃഷ്ണൻ MPയെ സെർച്ച് ചെയ്തത്? എന്തിനാണ് V അബ്ദുൾ റഹ്മാൻ മിനിസ്റ്ററെ ചെക്ക് ചെയ്തത്? എന്തിനാണ്? ഇപ്പോൾ ഇവരൊക്കെ ചെക്ക് ചെയ്തോറും ഇവരിലൊക്കെ പണം ഉണ്ടോ എന്ന് പറയുന്നത് അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് വേണ്ടിയിട്ടാണ് ഉദ്യോഗം. അല്ല അത് അവിടെ പോകുന്ന സാധാരണ സൈക്കിളിൽ പോകുന്നവരെ പിടിച്ചു ചോദിച്ചിട്ടില്ലല്ലോ. അപ്പോൾ ഇതൊന്നും മനസ്സിലാക്കാൻ ബോധമില്ലാത്തവർ ഇവരെ ഈഗോയാണ്. ഇവരെന്ത് എത്ര പ്രാവശ്യം അരുൺ സാർ നേരത്തെ പറഞ്ഞല്ലേ നിൻ്റെ എന്ന് ഇവരാരാന്ന് അങ്ങനെ പറയാൻ വേണ്ടിയിട്ട് ഒന്നിന് പ്രായത്തിന് ബഹുമാനം കൊടുക്കണ്ടേ? ഇത്രയും വരെ ഉദ്യോഗസ്ഥനല്ലേ? ഇത് തടഞ്ഞു നിർത്തി ചോദിക്കാൻ അധികാരമുള്ള ഒരു ഉദ്യോഗസ്ഥനാണെന്നുള്ള ബോധം വേണ്ടേ ഇവർക്ക്? എന്ത് മര്യാദേൻ്റെ പേരില്ല. ഞാൻ അങ്ങനെ വലിയ മര്യാദയൊന്നും ഇതിനകത്ത് കാണുന്നില്ല എന്നുള്ളതാണ്. ശക്തമായ രീതിയിൽ പ്രതികരിക്കണമെന്നേ ഞാൻ പറയൂ. എവിടെ കോൺഗ്രസ് നേതാക്കന്മാർ ഇന്ന് എന്തേ കോൺഗ്രസിന് മുതിർന്ന നേതാക്കന്മാർ എവിടെ പോയി? ഒരു നേതാക്കന്മാരെ ശക്തമായി പ്രതികരണം കണ്ടോ? മിണ്ടുന്നില്ലല്ലോ. അവരെ സംബന്ധിച്ചിടത്തോളം ഈ ചട്ടുകമൂല്യം എന്താണ്? ഈ പറയുന്ന സംവിധാനം മുഴുവൻ പാർട്ടി സംവിധാനത്തിൽ ഏത് പാർട്ടി സംവിധാനം ഉപയോഗിക്കുന്നത്? ഞാൻ പറഞ്ഞ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അവിടെ വീട് കയറി ഇറങ്ങുക.
മനസ്സിലായല്ലോ. വി ഡി സതീശൻ്റെ വീട് കയറി ഇറങ്ങാണ്. ഇവർ കാണിക്കുന്ന സംവിധാനം ഇപ്രാവശ്യത്തെ ഇലക്ഷൻ ഈ പറഞ്ഞ റീൽ സംഘം കൊണ്ട് നശിപ്പിച്ചു എന്നുള്ളതാണ് ആ ശൈലി എന്നുള്ളത്. ഓരോ സംവിധാനം ഓരോ സമയത്തും അങ്ങനെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം എന്താണെന്നറിയോ, നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളുടെ പ്രശ്നങ്ങൾ മുന്നോട്ട് വെക്കാൻ കോൺഗ്രസിനെ കൊണ്ട് ഈ സമയം വരെ കഴിഞ്ഞിട്ടില്ല. എന്തുകൊണ്ട് കഴിഞ്ഞിട്ടില്ല? ഇവരുണ്ടാക്കുന്ന വിവാദങ്ങളുടെ പുറകെ പോവുകയാണ് കോൺഗ്രസ്. വിവാദങ്ങൾ കോൺഗ്രസ്സാണ്. ഇന്ന് വി ഡി സതീശൻ എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷ നേതാവിന് ഒരു അക്ഷരം മിണ്ടാൻ പറ്റുന്നില്ല പത്രക്കാരുടെ മുമ്പിൽ. എന്തുകൊണ്ടാണ് പത്രക്കാർ മിണ്ടാൻ പറ്റുന്നറിയോ? ഈ ചോദ്യത്തിന് മറുപടി ഇല്ലാന്നേ. ഈ ചോദ്യത്തിന് മറുപടി പറയണ്ടേ? ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു എന്ന് ചോദിച്ചാൽ അതിന് മറുപടി പറയണ്ടേ? മറുപടി പറയാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവരുണ്ടാക്കുന്ന വിവാദത്തിന് മേലിൽ ജനങ്ങൾക്ക് വേണ്ടി. അപ്പോൾ ഞാൻ പറയുന്നതറിയോ, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രതികരണശേഷി, ആ പ്രതികരണശേഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. എങ്ങനെയാണ് ഈ നഷ്ടപ്പെടുന്നത്? ജനങ്ങളുടെ കൂടെ നിൽക്കുക, ജനങ്ങൾക്ക് അധികാരി സമരം നടത്തുക. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം മറ്റേ ആ പയ്യൻ മരിച്ചല്ലോ, ഷോക്കേറ്റിട്ട് അനന്ത് മരിച്ചല്ലോ. അനന്ത് മരിച്ചത് അന്ന് രാത്രി നടന്ന സംഭവം എന്താ? അന്ന് രാത്രി ഈ റീലിന് വേണ്ടിയുള്ള സാധനമാണ്, അല്ലെങ്കിൽ റിയൽ ആയിട്ടുള്ള ഒരു സെക്കൻഡ് കൊണ്ട് ഒരു സാധനം പൊട്ടിപ്പുറപ്പെടുകയല്ലോ. അവിടെ എന്ത് സംഭവിച്ചു, എങ്ങനെ സംഭവിച്ചു, എന്തിനു വേണ്ടി സംഭവിച്ചു എന്നുള്ളതിന് അതിനെക്കുറിച്ച് പഠിച്ച് അതിനെക്കുറിച്ച് പ്രവർത്തനമല്ല, സെക്കൻഡ് കൊണ്ട് ഇറങ്ങുകയാണ്. സെക്കൻഡ് കൊണ്ട് ഇറങ്ങിയിട്ട് ഈ ഇലക്ഷനെ പിടിച്ചെടുക്കുക, ഇലക്ഷനെ കൈകാര്യം ചെയ്യുന്നത്. അങ്ങനെയൊന്നുമല്ലല്ലോ പ്രവർത്തിക്കേണ്ടത് അങ്ങനെയാണ്. പ്രവർത്തിക്കുന്ന ജനങ്ങളുടെ ഇടയ്ക്ക് നിന്ന് പ്രവർത്തിക്കണം. ഞാൻ പറഞ്ഞില്ല, ഇപ്പം ഞാൻ ചാണ്ടി ഉമ്മൻ എന്ന് പറയുന്ന നേതാവിനെ കുറിച്ച് നിങ്ങൾ എത്ര റീല് കണ്ടു, എത്ര ബൈറ്റ് കണ്ടു? ഈ പത്രത്തിൽ നമ്മുടെ TV നമ്മളിവിടെ ചാനൽ 10-15 ദിവസമായല്ലോ ഇത് തുറന്നു വെച്ചിരിക്കുന്നു. എത്ര ബൈറ്റ് ചാണ്ടി ഉമ്മൻ്റെ ഇതിനകത്ത് പോയി, എത്ര അബിൻ വർക്കീൻ്റെ പോയി, എത്ര പിന്നെന്താണ് ശബരിനാഥൻ്റെ പോയി, എത്ര ഏകദേശം 35-40 MLA മാർ അവിടെ ഉണ്ട്, എത്ര പേരുടെ പോയി? അതുപോലെ തന്നെ 10-20 MP മാർ MLA ലീഗിൻ്റെ നേതാക്കന്മാരില്ലേ? അപ്പോൾ ഞാൻ പറയുന്നത് ഇവരൊക്കെ വീട് കയറി ഇറങ്ങുമ്പോൾ ഈ 3-4 സംഘം ഈ സംഘം നടത്തി കാണിക്കുന്ന ഈ കോപ്രായങ്ങൾക്ക് മുഴുവൻ ഈ ഇത്രയും വലിയൊരു പാർട്ടി, ഇത്രയും വലിയ ശക്തമായി ഇന്നലെ നമ്മുടെ ബൈറ്റിൽ തന്നെ കെ മുരളീധരൻ എന്താ പറഞ്ഞതെന്നറിയോ? കെ മുരളീധരൻ പറഞ്ഞത് ജനങ്ങളുള്ളിൽ ഫേസ്ബുക്കിലല്ല ജീവിക്കേണ്ട, ജനങ്ങളുടെ ഇടയ്ക്കിടയ്ക്ക് പ്രവർത്തിക്കുകയാണ് നേതാക്കന്മാർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞത്. ആരുടെ നേതാവാ? കോൺഗ്രസിൻ്റെ നേതാവാണ് പറയുന്നത്. ഞാൻ അന്നേ നിങ്ങളൊരു കാര്യം പറയുന്നുണ്ട്, ഈ CPM-ൻ്റെ സൈബർ അണികളെല്ലാം അടങ്ങിയിരിക്കുന്നത് കണ്ടിട്ട് കോൺഗ്രസ്സുകാർ ഞങ്ങളാണ് വലിയ ആളെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇലക്ഷൻ വരുന്ന സമയത്ത് ഇറങ്ങി അടിക്കുന്നത് താങ്ങാനുള്ള ശേഷി കോൺഗ്രസ് ഉണ്ടാവില്ല എന്ന് ഞാൻ ഒരു 2-3 മാസം മുന്നേ പറഞ്ഞതാണ്. കാരണം അന്നേരം സമയത്ത് അവരെന്താണ്, അവരെ കയ്യിൽ ഭരണമുണ്ട്, അവർ ആ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. ആ സമയത്ത് അവിടെ അടങ്ങിയിരിക്കുന്നത് കണ്ടിട്ട്, അല്ലെങ്കിൽ അവരൊന്നും ഈ പറയുന്ന സൈബർ വിഭാഗങ്ങളൊന്നും വലിയ രീതിയിൽ സോഷ്യൽ മീഡിയ പ്രതികരിക്കാത്തത് കണ്ടിട്ട് ഇതൊന്നും ഇല്ല, ഇതൊക്കെ കേരളത്തിൽ നശിച്ച് നാനാകല്ല് പിടിച്ചു പോയി എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ ഇപ്പോൾ വന്ന നേതാക്കന്മാരുണ്ട്. 10-15 K ഉള്ള വലിയ ആൾക്കാരാണ് ഇപ്പോൾ ഈ കോൺഗ്രസിന് 10-15 K മാത്രം ലൈക്കുള്ള പേജുള്ള ആൾക്കാരാണ് ഇതിനൊക്കെ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ അത്രയുള്ള ആൾക്കാർ വിചാരിക്കുന്നത് എന്താ പറയുക, ഞാനാണ് ഈ പറയുന്ന വലിയ സംവിധാനം എന്ന് വിചാരിച്ച് മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് എന്ത് സംഭവിച്ചു? അതിനനുസരിച്ച് ഇവരുടെ ഷോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അത് ഒരെണ്ണം ഷെയർ ചെയ്യുന്നത് കാണപ്പെടുന്നുണ്ടോ നിങ്ങൾ? ഈ പറയുന്ന ഷോകൾ ഏതെങ്കിലും ഷെയർ ചെയ്ത് കാണുന്നുണ്ടോ? അതിലൊന്നും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തറിയോ, ഈ പറയുന്ന റീലുകളിൽ ഒന്നും ഈ പറയുന്ന സ്ഥാനാർത്ഥി ഇല്ല എന്നുള്ളതാണ്. ആർക്ക് വേണ്ടിയിട്ടാണ് ഈ റീല് മുഴുവൻ ചിത്രീകരിക്കുന്നത്? അവിടെ സ്ഥാനാർത്ഥിക്ക് വോട്ട് പിടിക്കാൻ വേണ്ടിയിട്ടല്ലേ? ഈ പറഞ്ഞ റീലുകളിലൊന്നും സ്ഥാനാർത്ഥിയില്ല. ഈ പറഞ്ഞ ആര്യാടെ ഷൗക്കത്തിനെ നിങ്ങൾ എത്ര റീലിൽ കണ്ടു? അപ്പോൾ ഞാൻ പറയുന്നത് സ്വന്തമായിട്ട് ക്യാമറ ടീമിനെയും ഫോട്ടോ എടുക്കാൻ ആളെയും ഇത് റീലിൽ ചിത്രീകരിക്കാനായിട്ട് മുന്നോട്ട് ഇറങ്ങുകയും ഇതിനുമായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അപ്പോൾ നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം ഇലക്ഷൻ നല്ല രീതിയിൽ നടക്കണം, ഇലക്ഷൻ്റെ റിസൾട്ട് നല്ല രീതിയിൽ വരണം, ഇതിൽ പ്രവർത്തിക്കാൻ കഴിയണം. ഈ പ്രവർത്തിക്കുന്നതോടുകൂടി 2026 ഇലക്ഷൻ നമുക്ക് തിരിച്ചു പിടിക്കണം. എന്താ വി ഡി സതീശൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്നറിയോ? ഞാനിപ്പോൾ ഒരു പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുകയാണ് വി ഡി സതീശൻ്റെ. അതിൽ പറയുന്നത്, നിങ്ങൾ ഈ ഇലക്ഷൻ എനിക്ക് തരൂ, ഞാൻ നിങ്ങൾക്ക് അടുത്ത 27 100 സീറ്റ് ഉറപ്പ് തരാം. ഇത് തന്നിട്ട് വേണം അടുത്തത്. ആ ബോധം ഇവർക്കുണ്ടായിരുന്നു, ഈ കളി കളിച്ചില്ല. ഇതാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ഈ സീറ്റ് എനിക്ക് തരൂ, അടുത്ത സീറ്റിൽ ഞാൻ 2026 100 സീറ്റ് നിങ്ങൾക്ക് തരാം. ഈ 100 സീറ്റ് തരണമെങ്കിൽ ഇതായ്മ കിട്ടണ്ടേ? ഇത് കിട്ടിയിട്ടില്ല 100 ഇല്ലാന്നർത്ഥം. അതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ലീഗിൻ്റെ ഒരു MP ഉണ്ടായിരുന്നല്ലോ, PK കുഞ്ഞാലിക്കുട്ടി എന്ന് പറയുന്ന മനുഷ്യൻ. അദ്ദേഹം ഈ പറയുന്ന ഉമ്മൻചാണ്ടിയുടെ കൂടെയും ഈ പറഞ്ഞ K കരുണാകരൻ്റെ കൂടെയും K മാണീൻ്റെ കൂടെയൊക്കെ ഉയർന്നു നിന്ന് ഒരു തലപ്പൊക്കമുള്ള നേതാവല്ലായിരുന്നോ? ആ നേതാവിന് ഇടിച്ചിരുത്തിയ ആരാ? ഈ പറയുന്ന കോൺഗ്രസ് നേതാക്കന്മാരല്ലേ? അവർക്ക് അദ്ദേഹത്തിന് അദ്ദേഹം പറഞ്ഞ എന്തെങ്കിലും കാര്യം ഈ കേരളത്തിൽ ഈ പറഞ്ഞ ഇലക്ഷന് കേട്ടിട്ടുണ്ടോ? എന്തെങ്കിലും ഒരു കാര്യം കേട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ അവസ്ഥ ഇപ്പോൾ കോൺഗ്രസിന് വരുമായിരുന്നോ? ഈ വരുന്ന അവസ്ഥ വരുമായിരുന്നു. അപ്പം ഇതൊന്നും മനസ്സിലാക്കാതെ ഞങ്ങൾ പറയുന്നതാണ് ശരി, ഞാൻ അത് വലിയ നേതാക്കൾ തുടങ്ങി താഴേക്കാണ് കേട്ടോ. ഏത് ഏറ്റവും മുതിർന്ന നേതാവ് തുടങ്ങിയിട്ട് താഴേക്ക് ഞാൻ അതിൻ്റെ ഏറ്റവും താഴെയുള്ള നേതാവിൻ്റെയാണ് അടുത്ത ഞാനിപ്പോൾ കേട്ടത്. നിനക്ക് ഞാൻ കാണിച്ചു തരാം, ഞാൻ തരാം. അപ്പം ഈ പറയുന്ന ശൈലിയിലേക്ക് ഇത് മൊത്തം ഇടിഞ്ഞു വീഴുകയാണ്. അപ്പം കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ എന്താണ് ശരിക്കും വേണ്ടത്? നിലമ്പൂർ എന്താ ശരിക്കും വേണ്ടത്? ജനങ്ങൾക്ക് പറ്റിയൊരു പ്രതിപക്ഷം വേണം. അത് ഭരണപക്ഷമാകുന്നത് എപ്പോഴാണ്? ഭരണം കിട്ടുമ്പോഴാണ്. പ്രതിപക്ഷത്തിൻ്റെ പ്രവർത്തനം നന്നായിട്ട് ശേഷമല്ലേ ഭരണപക്ഷം വേണ്ടത്? പ്രതിപക്ഷത്തിൻ്റെ പ്രവർത്തനം മോശമായി കഴിഞ്ഞാൽ അവരെ എന്തിനാണ് ഭരണപക്ഷത്ത് കൊണ്ടിരുന്നത്?
അപ്പം ഭരണപക്ഷത്ത് വേണോ പ്രതിപക്ഷത്ത് വേണോ എന്ന് ആദ്യം തീരുമാനിക്കേണ്ട ആരാണ്? പ്രതിപക്ഷമാണ്. ഇവർ ഇവിടെ നന്നായി പ്രവർത്തിച്ച് കാണിക്കുക. അപ്പോൾ എന്ത് മനസ്സിലാവും? അപ്പോൾ ഭരണപക്ഷത്ത് നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ പറ്റും. നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് മലയോര കർഷകരെ കൂടെ നിൽക്കാൻ പറ്റുന്നുണ്ടോ? മലയോര ജനതയുടെ മുന്നിൽ നിൽക്കാൻ പറ്റുന്നുണ്ടോ? ഈ പറഞ്ഞ അടിച്ചമർത്തപ്പെട്ടവരെ കൂടെ നിൽക്കാൻ പറ്റുന്നുണ്ടോ? ഇതെന്തെങ്കിലും ചർച്ചയാവുന്നുണ്ടോ? ഈ സമയം വരെ ഇനി 4 ദിവസം വോട്ട് ചെയ്യാനുള്ളൂ. ഈ സമയം വരെ കേരളത്തിലെ ജനങ്ങളെ ബാധിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റിയോ? കോൺഗ്രസ് തന്നെ വലവിരിക്കുന്നു, അതിൽ തന്നെ അവർ തന്നെ വീഴുന്നു. അപ്പം നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇവരുണ്ടാക്കുന്ന കുഴിയിൽ നിന്ന് ഇവർക്ക് കയറാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നു ഈ ശൈലിയിലാണ് പോകുന്നതെങ്കിൽ എന്നുള്ള എൻ്റെ അഭിപ്രായം. Meet the editors.